സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം, എന്തൊക്കെ നമ്മളെ റിയൽ വേൾഡിൽ കാണുന്ന എന്തിനെയൊക്കെ നമുക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റൈറ്റ്, ഇതൊക്കെ ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാമെന്ന് പറഞ്ഞു. റൈറ്റ്, അങ്ങനെ നെക്സ്റ്റ് വി കം ഓൺ ടു എ കൺസെപ്റ്റ് ഓഫ് ക്ലാസ്സസ്. ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വി സേ ദാറ്റ് ഒബ്ജക്ട്സ് ആർ മെമ്പേഴ്സ് ഓഫ് ക്ലാസ്സസ്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ്സസിൻ്റെ മെമ്പേഴ്സാണെന്ന് പറയും. സോ ഒബ്ജക്റ്റും ക്ലാസ്സും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സോ എന്താണ് ഈ ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്, ഇത് രണ്ടും സെയിം ആണോ അതോ രണ്ടും ഡിഫറെൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സസിനെ നമുക്ക് ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യാണ്. ക്ലാസ്സസിനെ നമ്മൾ വേറൊരു രീതിയിലൊരു കമ്പാരിസൺ ചെയ്യാണ്. അതായത് നമുക്ക് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ഉള്ളത് നമുക്കറിയാലോ. ഇൻറ്റിജർ, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ സിയിലൊക്കെ കണ്ടില്ലേ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ്. ഇൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻറ്റിജേഴ്സ് ഡിക്ലെയർ ചെയ്യാം. ഫ്ലോട്ട് വെച്ച് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ യു ക്യാൻ ഡിക്ലെയർ ആസ് മെനി വേരിയബിൾസ് ഓഫ് ടൈപ്പ് ഇൻറ്റ് ആസ് യു നീഡ് ഇൻ എ പ്രോഗ്രാം യൂസിങ് ഇൻറ്റ് ഡേ, ഇൻറ്റ് കൗണ്ട്, ഇൻറ്റ് ഡിവൈസർ. അങ്ങനെ എത്ര ഇൻറ്റ് നമുക്ക് ഇൻറ്റിജേഴ്സും ഡിക്ലെയർ ചെയ്ത് വെക്കാം. പക്ഷേ ഇൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ ഡിക്ലെയർ ചെയ്യുക. അതായത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ആ ഒരു വേരിയബിളിന് ഇൻറ്റിജറിന് ആവശ്യമുള്ള മെമ്മറിയാണ് വേണ്ടത് എന്നുള്ളത്. ഇൻറ്റിജറിന് എത്രയാണോ മെമ്മറി ആ ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്, അത്ര മെമ്മറിയാണ് ആ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടത്. അത്ര മെമ്മറിയാണ് കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടത്. അപ്പോൾ ഫ്ലോട്ട് ഡേ ആണ് കൊടുത്തതെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ ടൈപ്പ് എത്രയാണോ മെമ്മറി പറയുന്നത് അത്ര മെമ്മറിയാണ് ഡേക്ക് കൊടുക്കേണ്ടത്. സോ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെയാണ് നമ്മൾ വി ക്യാൻ ഡിഫൈൻ ഒബ്ജക്ട്സ് ഓഫ് ദ സെയിം ക്ലാസ്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പ്ലാന് പോലെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റ് പോലെ എടുക്കാം. നമ്മളിപ്പം പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ ഈ ചിരട്ടേനെ കൊണ്ട് പുട്ടുണ്ടാക്കി കളിക്കാറില്ലേ, മണ്ണിനെ കൊണ്ട്. ചിരട്ടയും മണ്ണും എടുത്തിട്ട് നമ്മൾ മണ്ണപ്പം ഉണ്ടാക്കി കളിക്കാറില്ലേ, അതുപോലെ ആ ചിരട്ടേൻ്റെ ഷേപ്പിലാണ് ആ അപ്പം വരാൻ പോകുന്നത് അല്ലേ. ആ ചിരട്ട ആക്ച്വലി ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റാണ്. നമ്മൾ ആ മണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബ്ലൂ പ്രിൻ്റാണ് ആ ചിരട്ട. അത് ആ ചിരട്ട ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ മണ്ണപ്പം ഉണ്ടാക്കണോ അതിനൊക്കെ ഒരേ സൈസിലാണ് അതൊക്കെ വരിക അല്ലേ. സോ എ ക്ലാസ് സെർവ്സ് ആസ് എ പ്ലാൻ ഓർ എ ബ്ലൂ പ്രിൻറ്റ്. അതുപോലെയാണ് ക്ലാസ്. ഇറ്റ് ആക്ട്സ് ആസ് എ പ്ലാൻ ഓർ എ ബ്ലൂ പ്രിൻറ്റ്. ഇപ്പം നമ്മളെ വീടുണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടാവും അല്ലേ. നമ്മളൊരു ബിൽഡറിൻ്റെ സഹായത്തോടെ വീടുണ്ടാക്കുന്നതാണെങ്കിൽ അയാളൊരു പ്ലാന്, അയാളോ നമ്മളോ ഒക്കെ ഒരു പ്ലാന് കൊടുക്കും. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ പ്ലാൻ കൊടുത്തിട്ട് അയാളത് നോക്കി വെരിഫൈ ചെയ്തിട്ടൊക്കെ അതിന് ചെറിയ മോഡിഫിക്കേഷൻസോ അതിനനുസരിച്ചൊക്കെ ചെയ്ത് പ്ലാന് ഫൈനലൈസ് ചെയ്തിട്ട് വീടുണ്ടാക്കും. അതേ പ്ലാന് ചിലപ്പം ഇപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ വീടുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, ആ കോൺട്രാക്ടേഴ്സ് പോലത്തെ ആൾക്കാരാണെങ്കിൽ അവർ അതേ പ്ലാന് വെച്ചിട്ട് ചില സമയത്ത് വേറെയും വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഒരേപോലത്തെ വീടുകൾ. ഇപ്പം ഞാൻ നിൽക്കുന്ന വീടിൻ്റെ കമ്പൗണ്ടിലാണെങ്കിൽ ഒരേപോലത്തെ 2 വീടുകളാണ്, ഒരേപോലത്തെ, ഒരു വ്യത്യാസവും ഇല്ല. സോ ഒരേ പ്ലാൻ വെച്ചിട്ടാണ് 2 വീടുണ്ടാക്കിയത്. സോ ദാറ്റ് ഇസ് സോ ആ പ്ലാനിനെ നമുക്കൊരു ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. It specifies what data and what functions will be included in objects of that class. So ഈ ക്ലാസ്സിൻ്റെ അകത്താണ്, നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ടേംസിൽ ആലോചിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ അകത്താണ് എന്തുണ്ടാവുക, അങ്ങനെ അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അകത്താണ് ഡേറ്റയും ഫങ്ഷൻസും എന്തൊക്കെ ഉണ്ടാവാം ഈ ടൈപ്പ് ഒബ്ജക്ട്സിന്, ആ ക്ലാസ്സിൻ്റെ ടൈപ്പ് ഒബ്ജക്ട്സിന്. ഓക്കെ, എന്തൊക്കെ ഡേറ്റ ഉണ്ടാവാം, എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ ക്ലാസ്സിൽ കൊടുക്കുന്ന ഡേറ്റയും ഫങ്ഷൻസും വെച്ചിട്ടാണ്. ഓക്കെ, സോ കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഡിഫൈനിങ് ദ ക്ലാസ് ഡസൻ ക്രിയേറ്റ് എനി ഒബ്ജക്ട്സ്. സോ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ, ജസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് ഒബ്ജക്ട്സ് ഉണ്ടാക്കില്ല. അത് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഇൻറ്റിജർ വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് തരുമോ? ഇല്ല. നമ്മൾ ഇൻറ്റ് കൗണ്ട്, ഇൻറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കൊടുത്താലല്ലേ വരുള്ളൂ അല്ലേ. ഇൻറ്റ് എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്താൽ നമുക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് തരുമോ? ഇല്ല. സോ അതുപോലെ തന്നെയാണ് ഡിഫൈനിങ് ദ ക്ലാസ് ഡസൻ ക്രിയേറ്റ് എനി ഒബ്ജക്ട്സ്. ഓക്കെ, a class is thus a description of a number of similar objects. ക്ലാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സ്
എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിനെ നമുക്ക് ക്ലാസ് എന്ന് പറയാം. എക്സാമ്പിൾ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ. സോ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ആണ്, അതൊരു ഒബ്ജക്റ്റ് അല്ല. മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. So there is no one person called musician or rock musician, but specific people with specific names are members of this class. So musician എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളെ ജോൺസൺ, ഓക്കെ, നമ്മളെ AR റഹ്മാൻ, ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ, നമുക്ക് ഇളയരാജ, ഇതൊക്കെ മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ആ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് അല്ലേ. ഓക്കെ, സോ ഇളയരാജ ഈസ് എൻ ഒബ്ജക്റ്റ് ഓഫ് മ്യൂസീഷ്യൻ. ഓക്കെ, നമ്മുടെ AR റഹ്മാൻ ഈസ് എൻ ഒബ്ജക്റ്റ് ഓഫ് മ്യൂസീഷ്യൻ ക്ലാസ്. ഓക്കെ, അങ്ങനെ. സോ എൻ ഒബ്ജക്റ്റ് ഈസ് ഓഫൺ കോൾഡ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒബ്ജക്റ്റ് ഈസ് ഓഫൺ കോൾഡ് ആൻ ഇൻസ്റ്റൻസ്. ഒബ്ജക്റ്റിനെ വേറൊരു പേരും നമ്മൾ പറയാം. ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻസ് എന്നും വിളിക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്, ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ പ്ലാന് കാണിച്ചിട്ടുണ്ട്. ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ വീട്ടിൻ്റെ പ്ലാൻ. ആ പ്ലാൻ വെച്ചിട്ടാണ് ഈ 2 വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 വീടുകളും ഒരേ പ്ലാൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാം, സിമിലാരിറ്റി അതിൽ കാണുന്നുണ്ട്. അതുകൂടാതെ കാണാം 2 ജനലുകളുണ്ട്, മറ്റേതിന് 2 ജനലാണ്. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഏകദേശം ഒന്ന് തന്നെ. ശരിക്കും പറഞ്ഞാൽ കളറിൽ ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നേ ഉള്ളൂ. റൈറ്റ്. സോ ഈ പ്ലാൻ വെച്ചിട്ടാണ് 2. സോ ഈ ബ്ലൂ പ്രിൻറ്റിനെ നമുക്ക് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ വീടുകളെ നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് വേറെ എക്സാമ്പിൾ. ആനിമൽ എന്ന് പറയുന്ന ക്ലാസ് അല്ലെങ്കിൽ ആനിമൽ എന്ന് പറയുന്ന കിങ്ഡം. സുവോളജിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ബയോളജിയിൽ +2 ബയോളജിയൊക്കെ എടുത്തതാണെങ്കിൽ അതിനകത്തൊക്കെ നമ്മളൊരു ആനിമൽ കിങ്ഡത്തിൻ്റെ അണ്ടറിൽ വേറെയും പല സംഭവങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആനിമലിൻ്റെ അണ്ടറിലാണ് എല്ലാം വരുന്നത്. സോ ഇവിടെ ജിറാഫ് ഇസ് എൻ ആനിമൽ. ജിറാഫ് എന്ന് പറയുന്നത് ആനിമൽ ക്ലാസ്സിൽ പെട്ടതാണ്. ജിറാഫ് അല്ല, വേറെ അടുത്തത് ഡീറാണ്. ഓക്കെ, മാനാണ്. മാൻ ഇസ് ഓൾസോ ആൻ ആനിമൽ. പിന്നെ ഡോഗ് കാണുന്നുണ്ട്, എലിഫൻറ്റ് കാണുന്നുണ്ട്, ലയൺ. ഇതൊക്കെ ആനിമൽ ക്ലാസ്സിൽ പെട്ട ഒബ്ജക്ട്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ ആനിമൽ എന്ന് പറഞ്ഞാൽ ആനിമലിന് ചില ആട്രിബ്യൂട്ട്സും ബിഹേവിയറൊക്കെ ഉണ്ട്. അതേ ബിഹേവിയറൊക്കെ ഇവരൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായ ബിഹേവിയറും എലിഫൻറ്റിന് ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ബിഹേവിയർ ഉണ്ട് താനും. പിന്നെ അല്ലേ, ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഒക്കെ എലിഫൻറ്റിന് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എലിഫൻറ്റിനെ നമ്മൾ ആനിമൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി എല്ലാവരും. ഇനി വേറൊരു എക്സാമ്പിളാണ് പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ജാവ ക്ലാസ് എന്ന് തന്നെ കൂട്ടിക്കോ. സോ ക്ലാസ്സിൻ്റെ പേര് പേഴ്സൺ, അതിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഡേറ്റ എന്തൊക്കെയാണ്? പേഴ്സൺ ഒരു യുണീക്ക് ID കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, ഏജ്, സിറ്റി, ജെൻഡർ, ഇതൊക്കെ ആ പേഴ്സണിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡേറ്റ മെമ്പേഴ്സ് ആണെന്ന് പറയാം. ആട്രിബ്യൂട്ട്സിന് നമ്മൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയും. പിന്നെ മെത്തേഡ്സ്, ആ പേഴ്സണിന് എന്തൊക്കെ ചെയ്യാം? ഈറ്റ്, സ്റ്റഡി, സ്ലീപ്പ്, പ്ലേ. സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് കൊടുത്തതാണ്. ഈറ്റ്, സ്റ്റഡി, സ്ലീപ്പ്, പ്ലേ. ഇതൊക്കെയാണ് ആ പേഴ്സണിൻ്റെ ബിഹേവിയർ. ആ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന മെനി ഒബ്ജക്ട്സ് മേ ബി ദെയർ. കാണാം, ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഒരാൾ ജോൺ എന്ന് പറഞ്ഞ പേരിൽ ഒരാളുണ്ട്. അയാളുടെ ഏജ് 30. അയാളുടെ ആട്രിബ്യൂട്ട്സ് എന്താണ്? നെയിം ജോൺ ആണ്, ഏജ് 35 ആണ്, സിറ്റി ഡൽഹി ആണ്, ജെൻഡർ മെയിലാണ്. അതായത് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പേഴ്സിന് വാല്യൂസ് ഇവിടെ കിട്ടും. ജോൺ എന്ന് പറയുന്ന ആളുടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെയാണ് വാല്യൂസ്? ഏജ് വാല്യൂ, സിറ്റി വാല്യൂ, ജെൻഡറിൻ്റെ വാല്യൂ ഒക്കെ അതിൻ്റെ അകത്തേക്ക് വരും. അതേപോലെ തന്നെ വേറൊരു പേഴ്സണിനെയും കാണുന്നുണ്ട്, ഡെസ്സി എന്ന് പറഞ്ഞിട്ട്. ആ ഡെസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ്, സിറ്റി, ജെൻഡർ ഇതൊക്കെ ആ ഒബ്ജക്റ്റിന് ഉണ്ടാവും. സോ 2 പേരും പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, ഇപ്പം വേറെ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മോഡൽ ഓഫ് ദി കാർ, കളർ ഓഫ് ദി കാർ, ബ്രാൻഡ് ഓഫ് ദി കാർ, ഇതൊക്കെ വരും. മെത്തേഡ്സ്, സ്പീഡ് കൂട്ടാനുള്ള മെത്തേഡ്, സൈസ് അറിയാനുള്ള മെത്തേഡ്, ഇങ്ങനെയൊക്കെയുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ സോ യു ക്യാൻ സി അങ്ങനെ 3 ടൈപ്പ് കാർസ് കാണിക്കുന്നുണ്ട്. എല്ലാം കാർ തന്നെയാണ്, ക്ലാസ് കാർ തന്നെയാണ്. പക്ഷേ അവരുടെ മോഡലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അവരുടെ കളറ് വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, ഇവരൊക്കെ ഒബ്ജക്ട്സ് ഓഫ് ദി സെയിം ക്ലാസ് ആണ്. ഓക്കെ,
ഇവിടെ ഇവിടെ കാണാം 4 പെൺകുട്ടികളെ കാണിച്ചിട്ടുണ്ട്. അന്നേരം ഒരാൾ കാണുകയാണ്, ഒരു മനുഷ്യൻ അവരെ നോക്കുമ്പം എല്ലാവരെയും അയാൾ ഗേൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ കണ്ടാൽ അറിയാം ഗേളിനുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ അവർക്കുണ്ട്, ആ 4 പേർക്കുണ്ട്. സോ ദേ ആർ പുട്ട് ടു ദ ക്ലാസ് കോൾ ഗേൾ. അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഗേൾ എന്ന് പറഞ്ഞ ഗേൾ എന്ന് പറയുന്ന ആ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരുടെ ആട്രിബ്യൂട്ട്സ് ആണ് അത് അവർക്കൊക്കെ ഉള്ളത്. ഓക്കെ, സോ ദേ ലുക്ക് ലൈക്ക് എ ഗേൾ. അങ്ങനെ. സോ അതുപോലെ തന്നെ ബോയ്. സോ ഇങ്ങനെ ഇവരെയൊക്കെ കണ്ടാൽ ആരും പറയും ബോയ് എന്നേ പറയില്ല അല്ലേ, ഈ 4 പേരെ കണ്ടാൽ ഗേൾ എന്ന് പറയില്ല. എന്തുകൊണ്ടാണ്? ബോയ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആട്രിബ്യൂട്ട്സ് ആണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. സോ അവരെ കണ്ടാൽ ബോയ് എന്നേ പറയുള്ളൂ. സോ ദേ ഓൾ ബിലോങ് ടു ദ ക്ലാസ് കോൾ ബോയ്. ഇപ്പം ഡോഗിൻ്റെത് അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അവരുടെ ഓരോ ക്ലാസ്സിലും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഉണ്ട്. ഒബ്ജക്ട്സ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് എടുക്കുമ്പം ആ ഒബ്ജക്ട്സിന് സ്പെസിഫിക് ആയിട്ട് ഓരോ ആട്രിബ്യൂട്ടിനും വാല്യൂസും കൂടി ഉണ്ടാവും. ഓരോ ആട്രിബ്യൂട്ടിനും വാല്യൂസ്. ഈ ഡോഗിൻ്റെ വാല്യൂസ് ആയിരിക്കണമെന്നില്ല മറ്റേ ഡോഗിൻ്റെ വാല്യൂസ്. ബ്രീഡിന്ന് ഈ ഡോഗിൻ്റെ ഒരു പെർട്ടിക്കുലർ മാസ്റ്റിഫ് എന്ന് പറഞ്ഞ ബ്രീഡാണെങ്കിൽ മറ്റേതിൻ്റെ ബ്രീഡ് വേറെ എന്തോ ആണ് അല്ലേ, ഇതിൻ്റെ ബ്രീഡ് ചോച്ചോ എന്ന് പറഞ്ഞ ബ്രീഡാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ വ്യത്യസ്തമാകാം. ഇത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് റോൾ നമ്പർ, നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫങ്ഷൻസ് സെറ്റ് റോള്, ഡിസ്പ്ലേ റോള്, സെറ്റ് നെയിം, ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമുക്കിതാ ഈ മേരി എന്ന് പറഞ്ഞ ആളെ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. 3 പേരും സ്റ്റുഡൻസ് ആണ്. മേരി, റാം ആൻഡ് ജോൺ. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമെന്ന് വെച്ചു വിചാരിക്കണു ക്ലാസ് എന്താണ്, ഒബ്ജക്ട്സ് എന്താണെന്നൊക്കെ. നെക്സ്റ്റ് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റയും ഫങ്ഷൻസും ഒരുമിച്ച് റാപ്പ് ചെയ്തിടുന്നതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. റാപ്പിംഗ് കോഡ് ആൻഡ് ഡേറ്റ ടുഗെദർ ഇൻ എ സിംഗിൾ യൂണിറ്റ്. സോ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൻ്റെ അകത്ത് കോഡും ഇടും ഡേറ്റയും ഇടും. ഓക്കെ, so all objects with same set of attributes and behavior are considered to belong to a class. So എല്ലാ ഒബ്ജക്ട്സും ഒരേ രീതിയിലുള്ള ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഉള്ള എല്ലാ ഒബ്ജക്ട്സിനെയും നമുക്കൊരു ക്ലാസ്സിൽ പെട്ട ആൾക്കാരാണെന്ന് പറയാം അല്ലേ. ഇപ്പം നിങ്ങളെ ക്ലാസ് എന്ന് പറയുമ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുമ്പം നിങ്ങളുടെ കോഴ്സ് നെയിം BCA ആണ്. നിങ്ങളുടെ കോഴ്സ് നെയിം BCA മാത്രമല്ല, നിങ്ങളെ അഡ്മിഷൻ നിങ്ങൾ ഏത് ഇയർ ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് 2019 അഡ്മിഷനാണ് അല്ലേ. കോഴ്സ് BC ആണ്. സോ നിങ്ങൾക്ക് ചില ആട്രിബ്യൂട്ട്സൊക്കെ സിമിലർ ആണ് അല്ലേ, റൈറ്റ്. ബാക്കി നെയിം നിങ്ങളെ ഓരോരുത്തരുടെയും പേര് വ്യത്യാസമാണ്. ഓരോരുത്തരെയും പക്ഷെ എല്ലാവർക്കും പേരുണ്ട്, എല്ലാവർക്കും റോൾ നമ്പർ ഉണ്ട്, എല്ലാവർക്കും അഡ്മിഷൻ നമ്പർ ഉണ്ടാവും, എല്ലാവർക്കും പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഉണ്ടാവും. എല്ലാവർക്കും ആട്രിബ്യൂട്ട്സ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ അതിൻ്റെ വാല്യൂസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, റൈറ്റ്. വാല്യൂസിൽ വ്യത്യസ്തത ഉണ്ടെന്നേ ഉള്ളൂ. സോ ലൈബ്രറി ഇൻഫർമേഷൻ സിസ്റ്റമൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം, ഒരു സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ എടുക്കാം. അതിൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബുക്ക്, ബോറോവർ, ഇതൊക്കെ നമുക്ക് ക്ലാസ് ആയിട്ട് എടുക്കാം. ബുക്കിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, ഓത്തർ, ബോറോവറിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഓക്കെ, ബോറോവർ ഡേറ്റ് അത്. പിന്നെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത്, ബുക്കിന് ഫൈൻ ഉണ്ടോ നോക്കുന്നത്, ബുക്ക് റിട്ടേൺ ചെയ്യുന്നത്, ഇതൊക്കെ മെത്തേഡ്സ് ആയിട്ട് എടുക്കാം. ബോറോവറിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്, ബോറോവർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് നെയിം, റോൾ നമ്പർ, അഡ്രസ്സ്, പിന്നെ അയാൾ ബോറോ ചെയ്ത ബുക്സിൻ്റെ അയാൾ ഒന്നിലധികം ബുക്സ് ചിലപ്പം ബോറോ ചെയ്ത് കാണുമല്ലോ. മെത്തേഡ്സ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ ബുക്ക്, റിന്യൂ ബുക്കിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിനെ റിന്യൂ ചെയ്യാം, പിന്നെ ലൈബ്രറിയിലോട്ട് എൻറോൾ ചെയ്യാം, അൺഎൻറോൾ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് മെത്തേഡ്സ്. ബുക്ക് ആൻഡ് സെൻഡ് മെസ്സേജ് ടു ബോറോവർ. ബുക്കും ബോറോവറും ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണെങ്കിലും നമ്മൾ ഒബ്ജക്ട്സ് എന്ന് നമ്മൾ അവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബുക്കും ബോറോവറും ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണെങ്കിലും അവർക്ക് മെമ്മറിയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവർ റൺ ടൈം അവരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒബ്ജക്ട്സ് എന്നാണ് പറയുക. ഓക്കെ, അവരെ ക്ലാസ് എന്ന് ഒരിക്കലും പറയില്ല, ഒബ്ജക്ട്സ് ആണ് അവരൊക്കെ. ബുക്കിൻ്റെ ഒബ്ജക്റ്റ്, ബോറോവറിൻ്റെ ഒബ്ജക്റ്റ് ഒക്കെയാണ് വരിക. ബുക്കിൻ്റെ ഒബ്ജക്റ്റ് ഇപ്പം C പ്രോഗ്രാമിംഗ്
ൻ്റെ ബുക്ക്, കനേത്കറിൻ്റെ ഓത്തർ കനേത്കറിൻ്റെ ബുക്ക്, അത് ഒരു ഒബ്ജക്റ്റാണ്. ബോറോവർ, ഞാൻ ആ ബുക്ക് ബോറോ ചെയ്തെങ്കിൽ ഞാനൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, സോ ബോറോവർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഞാനും, സി പ്രോഗ്രാമിംഗ് ബൈ കനേത്കർ എന്ന് പറയുന്ന ബുക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റും ആയിരിക്കും. ഓക്കെ, സോ കനേത്കർ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. അന്നേരം ബുക്ക് ക്യാൻ സെൻഡ് മെസ്സേജ് ടു ബോറോവർ, എനിക്ക് മെസ്സേജ് അയച്ചു തരും. ബുക്ക് നോക്കും ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു എന്ന് ബുക്കിൻ്റെ അകത്തുണ്ടാവും. ആരാണ് അതിനെ ബോറോ ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ ബുക്കിൻ്റെ അകത്തുണ്ടാവും അല്ലേ, റൈറ്റ്. ബോറോവർ ഡേറ്റ് ഓഫ് ഇഷ്യൂ കാണുന്നുണ്ടല്ലോ, ബോറോവറിന് എപ്പോഴാണ് കൊടുത്തതെന്നുള്ളത് ഇൻഫർമേഷൻ ബുക്കിൻ്റെ അകത്ത് ഡേറ്റ മെമ്പറായിട്ടുണ്ട്. സോ ബുക്ക് മനസ്സിലാക്കും ഡേറ്റ് ഓഫ് ഇഷ്യൂ കഴിഞ്ഞോ, ഡേറ്റ് ഓഫ് ഇഷ്യൂവും പിന്നെ പ്ലസ് എത്രയോ ദിവസമാണല്ലോ നമുക്ക് വെക്കാൻ പറ്റുക, ആ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ ഡേറ്റും എല്ലാ ദിവസവും നോക്കുന്നുണ്ട് ആ ഡേറ്റ് ഓഫ് ഇഷ്യൂ കഴിഞ്ഞോ എന്നുള്ളത് നോക്കും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് എന്നുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ ബുക്കിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുമായിരിക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് മെസ്സേജ് വരും. നമ്മളെ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ മെസ്സേജ് വരും. ബുക്ക് ഒബ്ജക്റ്റ് വിൽ സെൻഡ് എ മെസ്സേജ് ടു ബോറോവർ ഒബ്ജക്റ്റ് ടെല്ലിങ് ദാറ്റ് നിങ്ങളെ സമയം കഴിഞ്ഞു, ബുക്ക് റിട്ടേൺ ചെയ്യണം എന്നുള്ള മെസ്സേജ് വരും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡിസ്കസിങ്. നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഒബ്ജക്ട്സ് തന്നെത്താനെ ഐസൊലേഷനിൽ നിൽക്കില്ല, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഡേറ്റ മെമ്പേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ ഡേറ്റ മെമ്പേഴ്സ്, ഒരു ഒബ്ജക്റ്റ് മറ്റു ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വഴിയേ പറ്റുള്ളൂ, മെത്തേഡ്സ് വഴിയേ പറ്റുള്ളൂ. ഓക്കെ, ഇനി സോ ദാറ്റ് ഈസ് അബൌട്ട് എൻകാപ്സുലേഷൻ. നെക്സ്റ്റ് കൺസെപ്റ്റ് ഇസ് ഇൻഹെറിറ്റൻസ്. എൻകാപ്സുലേഷൻ നമ്മൾ പറഞ്ഞു, ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റയും കോഡും രണ്ടും ഒരുമിച്ച് റാപ്പ് ചെയ്തിടുന്നതിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഹെറിറ്റൻസ് എന്നാൽ നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് വെച്ചിട്ട് നോക്കാം. നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളിപ്പം നമ്മുടെ അച്ഛനും അമ്മേൻ്റെ അടുത്തും കുറേ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ ഫീച്ചേഴ്സ്, നമ്മളെ ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നെ കുറേയൊക്കെ അച്ഛനും അമ്മേൻ്റെയൊക്കെ അതായിരിക്കും. സോ നമ്മളെ കണ്ടാൽ പറയും, നീ അച്ഛനെ പോലെ തന്നെ ഉണ്ട്, നീ അമ്മേനെ പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കാരണം വെച്ചാൽ അവരുടെ കണ്ണുകളോ അവരുടെ മൂക്കോ അവരുടെ വായൊക്കെ നമുക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാകും. അതായത് അതേ ഫീച്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടാകും. സോ വി ഹാവ് ഇൻഹെറിറ്റഡ് ഫ്രം ദം എന്ന് പറയാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരെ കണ്ടാലും എന്നെ കണ്ടാലും ഒന്നാണെന്ന് പറയാൻ സാധ്യത കുറവാണ്. ബിക്കോസ് അവരെ പോലെ ഉണ്ടെന്നേ പറയുള്ളൂ. എനിക്ക് എൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഞാനൊരു പ്രത്യേക വ്യക്തി തന്നെയായിരിക്കും. എൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സം ഫീച്ചേഴ്സ് മേ ബി സിമിലർ. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സൊക്കെ എന്നെ ഒരു പ്രത്യേക വ്യക്തിയാക്കി മാറ്റുന്നുണ്ടാവും, റൈറ്റ്. സോ അതാണ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. ഇൻഹെറിറ്റൻസ് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, എൻ്റെ മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് പറയാം. പക്ഷേ എനിക്ക് എൻ്റേതായ ഫീച്ചേഴ്സും കൂടിയുണ്ട്, വിച്ച് മേക്സ് മീ യുണീക്ക് അല്ലേ. സോ ഐഡിയ ഓഫ് ക്ലാസ്സസ് ലീഡ്സ് ടു ദ ഐഡിയ ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ക്ലാസ്സസ് നമുക്ക് ഓൾറെഡി ആ ക്ലാസ് എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ട്. ആ ഐഡിയ നമുക്ക് ഇൻഹെറിറ്റൻസും കൂടി നമുക്ക് എടുക്കാം. അതായത് നമുക്ക് ക്ലാസ്സസിനെ ക്ലാസ്സസിൻ്റെ സബ് ക്ലാസ്സസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിന് നമുക്ക് മാമൽസ്, ആംഫീബിയൻസ്, ഇൻസെക്ട്സ്, ബേർഡ്സ് എന്നെല്ലാം പറഞ്ഞ് സബ് ക്ലാസ്സസ് ഉണ്ടാക്കാം, റൈറ്റ്. ആ മാമൽസ് എന്ന് പറയുന്നത് ആനിമൽ ക്ലാസ് തന്നെയാണ്. പക്ഷേ മാമൽസിന് ചില പ്രത്യേകതകളുണ്ട്. ആനിമൽ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ കൂടെ അതിന് എഡീഷണലായിട്ട് കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ടാവും. ആംഫീബിയൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ആനിമൽ ക്ലാസ്സിനുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. പക്ഷേ അതിൻ്റേതായ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻസെക്ട്സ്, ബേർഡ്സിനൊക്കെ. സോ ഈച്ച് സബ് ക്ലാസ് ഷാസ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് എ ക്ലാസ് ഫ്രം വിച്ച് ഇറ്റ്സ് ഡിറൈവ്ഡ്. ഏത് ക്ലാസ്സിൽ നിന്നാണ് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മളെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അമ്മേൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ കിട്ടിയെന്നല്ലോ. സോ അതിനെ പാരൻറ്റ് ക്ലാസ് എന്ന് വിളിക്കാം. അച്ഛനും അമ്മേനെയൊക്കെ നമുക്ക് പാരൻറ്റ് ക്ലാസ് എന്ന് വിളിക്കാം. നമ്മളൊക്കെ സബ് ക്ലാസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ അച്ഛനും അമ്മേൻ്റെ അടുത്ത് നിന്നൊക്കെ കുറേ ആട്രിബ്യൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടേതായ കുറച്ച് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഉണ്ട് താനും അല്ലേ. സോ വി ക്യാൻ ബി കോൾഡ് ആസ്, നമ്മളെ നമുക്ക് സബ് ക്ലാസ് വിളിക്കാം, അച്ഛനും അമ്മേനെയും നമുക്ക് എന്താ പറയുക പാരൻറ്റ് ക്ലാസ് എന്ന് വിളിക്കാം. അച്ഛനെ നമുക്ക് പാരൻറ്റ് ക്ലാസ് എന്ന് വിളിക്കാം. സ്വന്തമായിട്ട് നമുക്ക് സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കാം വേണമെങ്കിൽ, ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, നമ്മൾ വേറൊരാളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരികയാണ്. സോ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കാം.
കാർസ്, ട്രക്സ്, ബസ്സസ്, മോട്ടോർ സൈക്കിൾസ് ഓൾ ഹാവ് വീൽസ് ആൻഡ് മോട്ടോർസ്. സോ എല്ലാത്തിനെയും നമുക്ക് വെഹിക്കിൾ എന്ന് വിളിക്കാം. കാർ പക്ഷേ വേറൊരു സബ് ക്ലാസ് ആണ്, ട്രക്ക് സബ് ക്ലാസ് ആണ്, ബസ്സസ്, മോട്ടോർസ്. പക്ഷേ അവരൊക്കെ എന്താണ്, വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉള്ള ആൾക്കാരാണ്. സോ ദേ ആർ ഓൾ വെഹിക്കിൾ. നമുക്ക് പറയാം അവരൊക്കെ വെഹിക്കിൾസ് ആണെന്ന് പറയാം, പക്ഷേ അവർക്ക് അവരുടേതായ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. Okay, so in addition to the characteristics shared with other members of the class, each subclass also has its own particular characteristics. അവന് ഓരോ സബ് ക്ലാസ്സിനും അവർക്ക് അവരുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ബസ്സിൻ്റെ കേസിലാകുമ്പം വെഹിക്കിളിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ബസ് എന്ന് പറഞ്ഞ സബ് ക്ലാസ് ആണെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ്സ് ഉണ്ടാവും. ട്രക്സിനാണെങ്കിൽ ഹെവി ലോഡ് കയറ്റാനുള്ള സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വേറെ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ എന്താണ് ഇൻഹെറിറ്റൻസ്. ആനിമൽ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് എന്ന് പറയാം. ബാക്കി ഈ ഹെർബിവോർ, കാർണിവോർ, ഒംനിവോർ ഒക്കെ സബ് ക്ലാസ് എന്ന് പറയാം. ഹെർബിവോർ എന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റ്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആനിമൽസിനെ ഹെർബിവോർ എന്ന് പറയും. ഓക്കെ, ആനേനെ പോലത്തെ ആനിമൽസിനെ. കാർണിവോർ എന്ന് പറഞ്ഞാൽ മറ്റ് ജന്തുക്കളെ വേട്ടയാടി കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് ആ വിഭാഗത്തിലുള്ള ആനിമൽസിനെ കാർണിവോർ എന്ന് പറയാം, ലയണൊക്കെ പോലെ. ഇനി ഓംനിവോർ എന്ന് പറഞ്ഞാൽ രണ്ടും, ചില സമയത്ത് പ്ലാന്റ്സ് കഴിക്കുകയും ചെയ്യും, ചില സമയത്ത് ഇറച്ചി കഴിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ ഓംനിവേഴ്സ്, നമ്മളെ പോലത്തെ ഹ്യൂമൻ ബീങ്സ്. അതിനുള്ള സോ ദേ ആർ ഓൾ ബട്ട് എല്ലാവരും ഈ ഹെർബിവോർ ആയാലും കാർണിവോർ ആയാലും ഒംനിവോർ ആയാലും ഒക്കെ അവരൊക്കെ ആനിമലാണ്. ദേ ഓൾ ഹാവ് ദാറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആനിമൽ. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉണ്ട്. ഓക്കെ, സോ ഈ ഹെർബിവോറിൻ്റെ അണ്ടറിൽ തന്നെ മാനുണ്ട്, റാബിറ്റ് ഉണ്ട്, അല്ലേ, പല വിഭാഗങ്ങളുണ്ട്. സോ അവരൊക്കെ ഹെർബിവോർ എന്ന് പറയുന്ന ആ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ആണെന്ന് പറയാം. റാബിറ്റിനെ സബ് ക്ലാസ് ആയിട്ട് പറയാം. പിന്നെ ഡീറിനെ വേറെ സബ് ക്ലാസ് ആയിട്ട് പറയാം. എലിഫൻറ്റിനെ സബ് ക്ലാസ് ആയിട്ട് പറയാം. റൈറ്റ്. അതുപോലെ തന്നെ കാർണിവോറിൻ്റെ സബ് ക്ലാസ് ആയിട്ട് ലയൺ, ഹയന ഒക്കെ കാർണിവോറിൻ്റെ സബ് ക്ലാസ് ആക്കാം നമുക്ക്. ഒംനിവോറിൻ്റെ മാൻ എന്ന് പറഞ്ഞ സബ് ക്ലാസ് ആക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ. ഓക്കെ, സോ എക്സിസ്റ്റിംഗ് ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് പുതിയ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമ്മൾ എടുക്കുകയാണ്. പക്ഷെ നമ്മുടേതായിട്ടുള്ള ഫീച്ചേഴ്സും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഇടുമ്പോഴാണ് നമ്മളെ സബ് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പ്രോഗ്രാമിംഗ് വളരെ എളുപ്പമാവും. ഓൾറെഡി ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കോഡായാലും ഡേറ്റ ആയാലൊക്കെ നമുക്കത് കിട്ടുമല്ലോ, നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളെ പാരൻസിൻ്റെ കേസിലാണ് പാരൻസ് ഉണ്ടാക്കി വെച്ചതൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഓൾറെഡി കുറച്ച് ക്ലാസ്സസ് ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ ആ ക്ലാസ്സസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ആ ക്ലാസ്സസ് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് പുതിയതായിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സും ഫങ്ഷൻസൊക്കെ ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ന് പറയുന്ന ബേസ് ക്ലാസ് എന്ന് പറയും. പാരൻറ്റ് ക്ലാസ്സിനെ ബേസ് ക്ലാസ്സും പറയും. അതിൻ്റെ സബ് ക്ലാസ്സസ് ആണ്, ചൈൽഡ് ക്ലാസ്സസ് ആണ്, ഫോൺസും സൗണ്ട് സിസ്റ്റംസ്, അങ്ങനെയൊക്കെ നമുക്ക് വകതിരിക്കാം. ഓക്കെ, ഇത് ബേസ് ക്ലാസ്, ഡിറൈവ് ക്ലാസ്. ബേസ് ക്ലാസ്, ഡിറൈവ് ക്ലാസ്. ബേസ് ക്ലാസ് നമുക്ക് പാരൻറ്റ് ക്ലാസ് എന്ന് പറയാം. നമുക്ക് സോ ആനിമൽ ഇസ് എ പാരൻറ്റ് ക്ലാസ്. ഡോഗിനെ നമുക്ക് സബ് ക്ലാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയാം, ഒക്കെ പറയാം. ഓക്കെ, അങ്ങനെ പല എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ബേസ് ക്ലാസ്സിൽ ഇപ്പം ഇവിടെ എക്സാമ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ജനറൽ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഫീച്ചർ എ, ഫീച്ചർ ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ആ പാരൻറ്റ് ക്ലാസ്സിൻ്റെ രണ്ട് ഫീച്ചറും എല്ലാ ഡിറൈവ് ക്ലാസ്സസിലും ഉണ്ട്. ഫീച്ചർ എ, ഫീച്ചർ ബി നിങ്ങൾക്ക് കാണാം. ഫീച്ചർ എ, ഫീച്ചർ ബി ഈ സബ് ക്ലാസ്സിലും ഉണ്ട്. ഫീച്ചർ എ, ഫീച്ചർ ബി ഈ സബ് ക്ലാസ്സിലും ഉണ്ട്. ഫീച്ചർ എ, ഫീച്ചർ ബി ഈ സബ് ക്ലാസ്സിലും ഉണ്ട്. പക്ഷേ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്കും കൂടി ഉണ്ട്. അത് ഈ സബ് ക്ലാസ്സിന് കാണാം ഫീച്ചർ സി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡേറ്റ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സബ് ക്ലാസ്സിന് ഫീച്ചർ ഡിയും ഫീച്ചർ ഇ എന്നും പറഞ്ഞിട്ട് രണ്ട് ആട്രിബ്യൂട്ട്സ് പുതിയതായിട്ട് കാണുന്നുണ്ട്. ഈ സബ് ക്ലാസ്സിനാണെങ്കിൽ ഫീച്ചർ എഫ് എന്ന് പറഞ്ഞിട്ട് പുതിയ ആട്രിബ്യൂട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അവരുടെ പാരൻറ്റിൽ നിന്ന് കിട്ടുന്ന ആട്രിബ്യൂട്ട്സും എടുക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ അവർ പുതിയതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കൊടുക്കുകയും ചെയ്യും. ഓക്കെ,
സോ റീയൂസബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇറ്റ് എയ്ഡ്സ് ഇൻ റീയൂസബിലിറ്റി. ഓൾറെഡി ഉള്ള കാര്യം നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സോ യൂഷ്വലി ഇറ്റ് ഈസ് കോട്ടഡ് ആസ് വി നീഡ് നോട്ട് റീഇൻവെൻറ്റ് ദ വീൽ. വീല് റീഇൻവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാത്തിൻ്റെയും തുടക്കം വീലിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലേ. ഇൻവെൻഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വീലിൻ്റെ ഇൻവെൻഷനോടെയാണ് ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയും. സോ ആ വീൽ ഇൻവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നമ്മൾക്ക് ഇൻ ദിസ് ജനറേഷൻ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി ഇൻവെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്കവറിയും ഇൻവെൻഷനൊക്കെ നടന്നിട്ടുണ്ട്. സോ നമുക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമാണ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. അതാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വായിച്ചു നോക്കിക്കോളൂ. ഇതൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ ഹൈഡിങ് നേരത്തെ നമ്മൾ പറഞ്ഞു. സോ എൻകാപ്സുലേഷൻ പറഞ്ഞു, ഇൻഹെറിറ്റൻസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇൻഫർമേഷൻ ഹൈഡിങ്. ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സിന് മാത്രമേ ആ ഡേറ്റ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സിനെ വിളിക്കണം. ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സ് വഴി മാത്രമേ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനീൻ്റെ ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പറഞ്ഞു. കമ്പനീൻ്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിന് പേ ഇൻഫർമേഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ചെന്നിട്ട് അലമാര കുത്തിപ്പൊളിച്ചെടുക്കില്ല. അവിടെയുള്ള ഏതെങ്കിലും അസിസ്റ്റൻ്റിന് എടുക്കുക, ചോദിച്ചിട്ട് അതുവഴിയാണ് നമ്മൾ ഇൻഫർമേഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞില്ല. അതേ രീതിയിൽ സോ ഇറ്റ് ഈസ് റീസ്ട്രിക്റ്റഡ് ആക്സസ് ഔട്ട്സൈഡ് ദ ക്ലാസ്. ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ക്ലാസ് റീസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സോ ദാറ്റ് ഇസ് ഇൻഫർമേഷൻ ഹൈഡിങ്. നെക്സ്റ്റ് ഇസ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ പല രൂപത്തിൽ അറിയപ്പെടുന്നതിനാണ്. ഒരു സിംഗിൾ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിങ്ങൾ യുവർ ഫാദർ മേ ബി നിങ്ങളുടെ അമ്മക്ക് ഫാദർ ഒരു ഹസ്ബൻഡാണ്, നിങ്ങളുടെ ഫാദർ നിങ്ങൾക്ക് ഫാദറാണ് അല്ലേ. ഇനി അച്ഛൻ്റെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മകനാണ്. അങ്ങനെ ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഒരേ ആൾക്ക് തന്നെ പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. റൈറ്റ്. സോ ഇഫ് ഈസ് ഇപ്പോൾ അശോക് എന്നാണ് അയാളുടെ പേര് എന്ന് വിചാരിച്ചോ. അശോക് സോ അശോക് തന്നെയാണ് ഫാദറായിട്ടും വരുന്നത്, അശോക് തന്നെയാണ് ഹസ്ബൻഡായിട്ടും വരുന്നത്, അശോക് തന്നെയാണ് സണ്ണായിട്ടും വരുന്നത്. റൈറ്റ്. ചിലപ്പം അച്ഛൻ്റെ അനിയനോ അനിയത്തിയോ ചേച്ചിയോ വേറെ ഏതെങ്കിലും സിബ്ലിങ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഏട്ടനോ അനിയനോ ആയിട്ടൊക്കെ വരുന്നത് ആരാണ്? ഈ അശോക് തന്നെയാണ്. പക്ഷേ അശോക് തന്നെയാണ്. സോ ഏട്ടൻ വിളിക്കും അശോക് എന്ന് വിളിക്കും, അമ്മയും അശോക് എന്ന് വിളിക്കും. ഏട്ടൻ അശോക് എന്ന് വിളിക്കുമ്പം ഏട്ടൻ്റെ സ്ഥാനത്തു നിന്നാണ് ഏട്ടൻ ഒരു അനിയനെ വിളിക്കുന്ന പോലെയാണ് അശോക് എന്ന് വിളിക്കുന്നത്. അമ്മ അശോക് എന്ന് വിളിക്കുമ്പം ഒരു മകനെ വിളിക്കുന്ന പോലെയാണ് അശോക് എന്ന് വിളിക്കുന്നത് അല്ലേ. റൈറ്റ്. സോ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് സോ അതിൻ്റെ മീനിങ് മാറുന്നുണ്ട്. റൈറ്റ്. അശോക് എന്ന് പറയുന്ന ആ പേരിൻ്റെ മീനിങ് മാറുന്നുണ്ട്. അമ്മ വിളിക്കുമ്പം അശോക് എന്തിന് റെഡി ആയിരിക്കണം? അമ്മേനോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടി റെഡി ആയിരിക്കണം. ഏട്ടൻ വിളിക്കുമ്പം ഏട്ടനോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അതിന് വേണ്ടി റെഡി ആയിരിക്കണം. അങ്ങനെ. സോ സെയിം നെയിമാണ് ബട്ട് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ. സോ ഡിപ്പെൻഡിങ് ഓൺ എ കോണ്ടെക്സ്റ്റ്. സോ എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവർ വിളിക്കുന്നത്? സോ അമ്മ വിളിക്കുമ്പം അമ്മ മകനെ വിളിക്കുന്ന രീതിയിലാണ് വിളിക്കുന്നത്. സോ ആ കോണ്ടെക്സ്റ്റിലാണ് അശോക് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഏട്ടൻ വിളിക്കുമ്പം അനിയനെ വിളിക്കുന്ന രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ. സോ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ടേംസിലുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നത് പ്രിൻറ്റിങ് ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിൻ്റ് എന്ന് കൊടുക്കാം, ഇമേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിൻ്റ് എന്ന് കൊടുക്കാം. പക്ഷേ രണ്ടിനും വ്യത്യസ്തമായ അൽഗോറിതംസും പ്രൊസീജിയേഴ്സും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കണം എന്നില്ല ഇമേജ് പ്രിൻറ്റ് ചെയ്യുക. റൈറ്റ്. അതേപോലെ തന്നെ ആഡിങ് ക്യാൻ ബി ആഡിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ രണ്ട് നമ്പർ ആഡ് ചെയ്യാം, ചിലപ്പോൾ രണ്ട് സ്ട്രിങ്സിനെ ആഡ് ചെയ്യാം. രണ്ട് സ്ട്രിങ്സിനെ ആഡ് ചെയ്യുന്നത് രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുന്നത് ഒന്നല്ല. പക്ഷേ രണ്ട് സ്ട്രിങ്സിനെ ആഡ് ചെയ്യാനും നമ്മൾ ആഡ് എന്നാണ് പറയുക, രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാനും നമ്മൾ ആഡ് എന്നാണ് പറയുക. വേറെ ആഡ് 1 ആണ്, രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ ആഡ് 1 എന്നുള്ള പേരാണ് വിളിക്കേണ്ടത്. രണ്ട് സ്ട്രിങ്ങിനെ ആഡ് ചെയ്യാൻ ആഡ് 2 എന്നുള്ള പേരാണ് കൊടുക്കേണ്ടത്.
അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മൾ ആഡ് എന്ന് കൊടുക്കുമ്പം 2 സ്ട്രിങ് ആണെങ്കിലും ആഡ് തന്നെ കൊടുക്കുക, 2 നമ്പർ ആണെങ്കിൽ ആഡ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഇമേജിനെ നമുക്കൊരു ഡോക്യുമെൻ്റ് അകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനും ആഡ് എന്നാണ് പറയുക. ഒരു ഡോക്യുമെൻറ്റിനെ വേറൊരു ഡോക്യുമെൻ്റായിട്ട് യോജിപ്പിക്കണമെങ്കിൽ അതിനും നമ്മൾ ആഡ് എന്നാണ് പറയുക, റൈറ്റ്? പക്ഷേ ഓരോ കോണ്ടെക്സ്റ്റിലും അത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പോളിമോർഫിസം. സോ നമ്മൾ അങ്ങനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ പല ഫീച്ചേഴ്സ് പറഞ്ഞു. ഒന്ന് പോളിമോർഫിസം, പിന്നെ ഇൻഫർമേഷൻ ഹൈഡിങ് പറഞ്ഞു, പിന്നെ ഇൻഹെറിറ്റൻസ്, ഓക്കെ, റീയൂസബിലിറ്റി പോസിബിൾ ആവുന്നത് ഇൻഹെറിറ്റൻസ് വഴിയാണെന്ന് പറഞ്ഞു, പിന്നെ എൻകാപ്സുലേഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ജാവയിലോട്ട് നമ്മൾ കയറുകയാണ്. ജാവ പഠിക്കാൻ പോവാണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജാവ ആപ്ലിക്കേഷൻസ്. ജാവ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനെ നമുക്ക് സ്റ്റാൻഡ് അലോൺ എന്ന് പറയാം. വേറൊരു കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലോക്കൽ സിസ്റ്റത്തിൽ മാത്രം റൺ ചെയ്യുന്നതിനെ നമുക്ക് സ്റ്റാൻഡ് അലോൺ എന്ന് പറയാം. ഓക്കെ, നമ്മളെ C++, C++ പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊക്കെ സ്റ്റാൻഡ് അലോൺ ആണ്. ഇനി ആപ്ലെറ്റ് എന്ന് പറയുന്നത് ജാവേൻ്റെ തന്നെ ഒരു ടെക്നോളജിയാണ്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഡിസൈൻ ടു ട്രാവൽ ഓവർ ദി ഇൻ്റർനെറ്റ്. ആപ്ലെറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൊരു നേച്ചറാണ് ആപ്ലെറ്റിനുള്ളത്. അതായത് ആപ്ലെറ്റ് ഇരിക്കുന്നത് വെബ് സെർവറിലാണെങ്കിലും ആപ്ലെറ്റ് റൺ ചെയ്യുന്നത് വെബ് ബ്രൗസറിലാണ്. വെബ് സെർവറിൽ കിടക്കുന്ന വേൾഡ് വൈഡ് വെബിൻ്റെ അകത്ത് നമുക്കറിയാം വെബ് ബ്രൗസേഴ്സും വെബ് സെർവേഴ്സും ആണ് ഉള്ളത്, അല്ലേ? നമ്മളെ മെഷീനിൽ, ക്ലയൻറ്റ് മെഷീനിൽ വെബ് ബ്രൗസർ ഉണ്ടാവും, സെർവർ മെഷീനിൽ വെബ് സെർവർ ഉണ്ടാവും. സോ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് വെബ് സെർവറിലെത്തി നമ്മൾ ബ്രൗസർ വഴി കൊടുക്കുന്ന URL ആണ് ആക്ച്വലി റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ആ URL കൊടുത്തു കഴിഞ്ഞ് എൻ്റർ അടിക്കുമ്പോൾ റിക്വസ്റ്റ് ഇൻ്റർനെറ്റ് വഴി വെബ് സെർവറിലെത്തും. വെബ് സെർവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. എന്ത് റിസോഴ്സാണോ റിക്വസ്റ്റ് ചെയ്തത് അത് നമുക്ക് തിരിച്ചു തരും. ഉണ്ടെങ്കിൽ തിരിച്ചു തരും, അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ അങ്ങനെയുള്ള ഒരു റിസോഴ്സാണ്, തിരിച്ചു തരാൻ പറ്റുന്ന റിസോഴ്സാണ് ആപ്ലെറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് എവിടെ നിന്ന് ആപ്ലെറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്താൽ ആ ആപ്ലെറ്റ് വെബ് സെർവറിൻ്റെ അകത്ത് നിന്നല്ല റൺ ചെയ്യുക. ആ ആപ്ലെറ്റ് എന്ത് സംഭവിക്കും? ആപ്ലെറ്റിൻ്റെ കോഡ് നമ്മളെ വെബ് ബ്രൗസറിൻ്റെ അകത്തേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. എന്നിട്ട് അവിടെ നിന്നാണ് അത് റൺ ചെയ്യുക. നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ അകത്തു നിന്നാണ് റൺ ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെബ് ബ്രൗസറിന് ജാവ കേപ്പബിലിറ്റി ആവശ്യമാണ്. ജാവ റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മളെ വെബ് ബ്രൗസറിന് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ആപ്ലെറ്റ്സ് റിസൈഡ് ഓൺ ദി വെബ് സെർവർ ബട്ട് ഇറ്റ് റൺസ് ഇൻ ദി വെബ് ബ്രൗസർ. അതെപ്പോഴും ഓർത്തിരിക്കണം. ആപ്ലെറ്റിനെ പറ്റിയിട്ട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് അത്. ഇറ്റ് റൺസ് ഇൻ ദി വെബ് ബ്രൗസർ ബട്ട് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി വെബ് സെർവർ. ഓക്കെ, അത് ആദ്യം ഇനീഷ്യലി എവിടെ ഇരിക്കുക? വെബ് സെർവറിൽ കിടക്കുക. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വെബ് സെർവറിൽ നിന്ന് ഇൻ്റർനെറ്റ് വഴി എവിടത്തേക്ക് വരും? വെബ് ബ്രൗസറിലേക്ക് വരും. വെബ് ബ്രൗസറിൽ നിന്നാണ് അത് റൺ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, പിന്നെ അതുകൂടാതെ ആപ്ലെറ്റ്സ് കൂടാതെ ജാവ വെച്ചിട്ട് നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, വെബ്സൈറ്റ്സ് വേർ യു ക്യാൻ യൂസ് ജാവ സെർവ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, ജാവ സെർവർ പേജസ് എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി ഉണ്ട്, പിന്നെ HTML ആ ടെക്നോളജീസൊക്കെ വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. വെബ് ആപ്ലിക്കേഷൻസ് നമ്മളെ മൂഡിലൊക്കെ പോലത്തെ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, മൂഡിലൊക്കെ PHP വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജാവ വെച്ച് ചെയ്തിരിക്കുന്ന പല ആപ്ലിക്കേഷൻസും നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, വെബ് ആപ്ലിക്കേഷൻസ്. സോ അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാം ജാവ വെച്ചിട്ട്. ഇനി അങ്ങനെ കുറേ ജാവ ഡെവലപ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ JDK ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സോ JDKൻ്റെ എവല്യൂഷൻ കാണിച്ചിരിക്കുകയാണ്. 1995 തൊട്ടിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർ ലൈബ്രറീസാണ് ഇതൊക്കെ, ജാവേൻ്റെ ലൈബ്രറീസാണ്. JDK എന്ന് പറഞ്ഞാൽ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്. JDK ഉണ്ടെങ്കിൽ നമുക്ക് ജാവ ഡെവലപ്പ് ചെയ്യാനുള്ള ലൈബ്രറി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ജാവ റൺ ടൈമിൻ്റെ സർവീസസും അത് ചെയ്യുന്നുണ്ട്. പിന്നെ J2SE എന്ന് പറഞ്ഞാൽ ജാവ 2 സ്റ്റാൻഡേർഡ് എഡിഷൻ, അതിൻ്റെ പല വേർഷൻസും കാണിക്കുന്നുണ്ട്. പിന്നെ ജാവ SE ജാവ സ്റ്റാൻഡേർഡ് എഡിഷൻ. അങ്ങനെ
പിന്നെ ജാവ ടു എൻ്റർപ്രൈസ് എഡിഷൻ, അതായത് നമുക്കൊരു എൻ്റർപ്രൈസിന് വേണ്ടിയിട്ട് എൻ്റർപ്രൈസിൻ്റെ പ്രോബ്ലംസ്, അതായത് വലിയ വലിയ കമ്പനീസ് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും കമ്പനീസിൻ്റെ ഓഫീസസൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടും ഓഫീസസ് ഡിസ്ട്രിബ്യൂട്ട് ആവണമെന്നില്ല, അവരുടെ സെർവേഴ്സൊക്കെ ചിലപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഒരു കമ്പനീൻ്റെ തന്നെ കുറേ പല സെർവേഴ്സ് ഉണ്ടാവും, ഡേറ്റാബേസ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും, വെബ് സെർവർ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും, എല്ലാം ഡിഫറെൻറ്റ് മെഷീൻസിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാം. എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർസ് അങ്ങനെ ആകുമ്പോൾ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ജാവ ടു എൻ്റർപ്രൈസ് എഡിഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് ജാവ ടു എൻ്റർപ്രൈസ് എഡിഷൻസ്. ടയേർഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ, മൾട്ടി ടയേർഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ തന്നെ ദർ ഇസ് എ ആർക്കിടെക്ചർ കോൾഡ് ടയേർഡ് ആർക്കിടെക്ചർ. സെർവറിൽ തന്നെ ചിലപ്പം ഒരുപാട് ടയേഴ്സ് ഉണ്ടാവാം, അല്ലെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ അതായത് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു ലെയർ ഉണ്ടാവും, ഓക്കെ, ബിസിനസ് ലോജിക്കിന് വേണ്ടിയിട്ട് വേറൊരു ലെയർ ഉണ്ടാവും, ഡേറ്റാബേസ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് വേറൊരു ലെയർ ഉണ്ടാവും. സോ സെർവറിൽ തന്നെ 3 ലെയേഴ്സൊക്കെ സെർവറിന് ഉണ്ടാവാം. സോ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി യൂസ് ചെയ്യും, ബിസിനസ് ലോജിക് അതായത് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലെയർ യൂസ് ചെയ്യും, വേറൊരു ടെക്നോളജി യൂസ് ചെയ്യും, പിന്നെ ഡേറ്റാബേസിന് വേണ്ടിയിട്ട് വേറൊരു ടെക്നോളജി യൂസ് ചെയ്യും. അങ്ങനെ പല ടെക്നോളജീസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ. സോ അതിന് വേണ്ടിയിട്ട് ജാവ ടു എൻ്റർപ്രൈസ് എഡിഷൻസ് അതിൻ്റേതായ ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ജാവ ടു മൊബൈൽ എഡിഷൻ, മൊബൈൽ എൻവയൺമെൻറ്റിൽ മൊബൈൽ ആപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാവ ടു മൊബൈൽ എഡിഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ജാവ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ലൈബ്രറീസൊക്കെ ഉണ്ടാക്കിയിട്ട് വിടുന്നുണ്ട്, വിച്ച് ക്യാൻ ഹെൽപ്പ് യു ടു ക്രിയേറ്റ് ആപ്ലിക്കേഷൻസ്. ഇനി ജാവ കോർ അല്ലെങ്കിൽ കോർ ജാവ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് പറയാം. മൾട്ടി ത്രെഡിങ്, ഇൻ്റർഫേസസ്, IO ഹാൻഡ്ലിംഗ്, ജാവ ബീൻസ്, പാക്കേജസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സാണ് ജാവ കോറിലുള്ളത് അല്ലെങ്കിൽ കോർ ജാവയിലുള്ളത്. മൾട്ടി ത്രെഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ മൾട്ടിപ്പിൾ ത്രെഡ്സ് ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം, വിച്ച് വിൽ ഹെൽപ്പ് യുവർ പ്രോഗ്രാം ടു ബിക്കം മോർ റെസ്പോൺസീവ് ആൻഡ് ഇൻട്രാക്റ്റീവ്. സോ ഒരു ഭാഗം ഒരു കാര്യം ചെയ്യുമ്പം ഒരു കോഡ് സെക്ഷൻ ഒരു കാര്യം ചെയ്യുമ്പം വേറൊരു കോഡ് സെക്ഷൻ വേറെ കാര്യം ചെയ്യാം, സെയിം ടൈമിൽ സൈമിൾട്ടേനിയസ്ലി ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രോഗ്രാം ഒരുപാട് ഇൻട്രാക്റ്റീവ് ആവും. ഓക്കെ, അങ്ങനെ അതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ദെൻ IO ഹാൻഡ്ലിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ജാവ ബീൻസ് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. പാക്കേജസ്, എക്സെപ്ഷൻസ് ഹാൻഡ്ലിംഗ്, റൺ ടൈം എറേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് ഇതൊക്കെയാണ് കോർ ജാവയിലുള്ളത്. പിന്നെ ജാവ ആപ്ലെറ്റ്സ് നമ്മൾ പഠിക്കുമ്പം അവിടെ കൂടുതലും ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസിൻ്റെ മുകളിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസും ആനിമേഷൻസ് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സ്വിങ് പോലത്തെ അല്ലെങ്കിൽ AWT അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് അതുപോലത്തെ പാക്കേജസൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ജാവ ഇൻ്റർനെറ്റ്, അവിടെ നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന JSP ജാവ സെർവർ പേജസ്. പിന്നെ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി, ഡേറ്റാബേസുമായിട്ട് നമ്മൾ ജാവ ആപ്ലിക്കേഷൻ ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ JDBC അല്ലെങ്കിൽ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി യൂസ് ചെയ്യാം. അങ്ങനെ പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ആപ്ലിക്കേഷൻസ് ഇതാക്കാൻ ജാവയിൽ RMI എന്ന് പറഞ്ഞ റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. സോ ഒബ്ജക്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയാലും പ്രശ്നമില്ല, ഒരു ഒബ്ജക്റ്റ് ഒരു സിസ്റ്റത്തിൽ കിടക്കണം, ഒരു ഒബ്ജക്റ്റ് വേറെ സിസ്റ്റത്തിൽ കിടക്കണം, അങ്ങനെ 2 ഒബ്ജക്ട്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജാവയിൽ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾസ് ക്രിയേറ്റ് ചെയ്യാനും ജാവയിൽ ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ്. നമ്മൾ ജാവേൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ജാവേൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട്. ഓക്കെ, so this is the end of this lecture. Thank you.